നമ്മുടെ കല്യാണ സീസൺ വന്നിരിക്കുകയാണ്. കല്യാണ പാർട്ടികളെ വിളിക്കാൻ വേണ്ടി നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇനി എന്തെല്ലാം വീഡിയോ കിടക്കുന്നു, എത്ര വീഡിയോ കിടക്കുന്നു, എല്ലാം കൂടെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയില്ല. പിന്നെ എയർപോർട്ടിൽ വെച്ച് കണ്ണോട് കണ്ടപ്പോൾ കല്യാണം ചേർക്കാൻ വന്നിരിക്കുകയാണ്. കല്യാണ പെണ്ണെ സ്വീകരിക്കും. നമ്മളിപ്പോൾ ഫുള്ള് ഇവിടത്തെ വ്ളോഗിങ് തുടങ്ങുകയാണ്. നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാറായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. കല്യാണ ടീമെല്ലാം ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും എല്ലാവരും ഉണ്ട്. നാത്തൂനും അളിയനും അളിയെത്തി. എത്തുകില്ല മാറിവില്ലാണു നീ, മിന്നൽ വാഴ കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തി. അടിച്ചു കയറി അടിച്ചു കയറി വാ. ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്, രാവിൽ നിന്റെ പൂമുഖം കണ്ട് പുളകം കൊണ്ട്. ഇവിടെ സാരി എടുക്കുന്നതിന്റെ ലേലം വിളിയാണ്. ഇടത്തെ സാരി വേണോ വലത്തെ സാരി വേണോ? എനിക്ക് വേണ്ട. കേക്ക് കട സൈഡിൽ ചായക്കട ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ അത് നീ റെക്കോർഡ് ചെയ്യണം. കയ്യിൽ ഇട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ, കണ്ണോട് കണ്ടപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എല്ലാ ടീമും ഉണ്ട് ഇവിടെ. നമ്മളങ്ങനെ ദേവതരേറ്റിന് പോവാണ്. കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും നാത്തൂനും ബ്രോക്കറും. കല്യാണപ്പെണ്ണിൻ്റെ അച്ഛൻ കൊണ്ട് വിട്ടുകയൊക്കെ ചെയ്തു. ഇവിടെ പേടിച്ച് ഞങ്ങളെല്ലാം 5:30 എങ്കിലും ഈ നാട് വെച്ചത് 6:30-ക്കാണ്. കണ്ണാടി വെക്കാത്തതുകൊണ്ട് ഒന്നുവരെയും ഷൂട്ട് ചെയ്യാൻ പറയുന്നത് കൊണ്ട് ഈ ക്ലിപ്പ് മാത്രമേ ഞാൻ അവസാനം ഇടുന്നത്. ശ്രുതി, ഈ നിന്റെ ക്ലിപ്പ് അവസാനം ഇടാൻ വേണ്ടി ഇന്ന് വെച്ചോ. ഫോൺ അതിലോട്ട് ഇങ്ങനെ വെക്കുന്നതായിട്ട് വന്നിട്ട് നമ്മളെല്ലാം കൂടി ഇങ്ങനെ നിൽക്കും. നമ്മളിങ്ങനെ നിൽക്കും. അവസാനമാണ് ഇവിടെ അതിഗംഭീരമായി കുഴി നടക്കുന്നു. അവിടെ അതിഗംഭീരമായി ഫോട്ടോഷൂട്ട് നടക്കുന്നു. കുഴിക്കുന്നു, ഫോട്ടോഷൂട്ട്, കുഴിക്കുന്നു, ഫോട്ടോഷൂട്ട് നടക്കുന്നു. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ട പോസ്റ്റ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റാണ് ഈ അലവലാതി പറഞ്ഞു 5:30-ക്ക് വീട്ടിലെത്തണം. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ബ്രൈഡൽ ഷവറിൻ്റെ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. രാവിലത്തെ അതിഗംഭീരമായ സേവ് ദ ഡേറ്റിന് ശേഷം പൊറോട്ടയും ബീഫും കഴിച്ച് ക്ഷീണിച്ച് വീട്ടിൽ നിന്ന് പൊതിച്ചോറും എടുത്ത് നമ്മൾ നേരെ ബ്രൈഡൽ ഷവർ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ ബ്രൈഡൽ ഷവർ സെറ്റാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ്. ബ്ലാക്ക് ആൻഡ് ഡ്രസ്സ് കോഡ്. കാണും നേരം
നമ്മുടെ ഗ്രൂപ്പിലെ ഫസ്റ്റ് ബ്രൈഡൽ ഷവർ നടത്തിയ ടീമാണ് റോഷ്നി. ഇപ്പോൾ ബ്രൈഡൽ ഷവറും കഴിഞ്ഞ ഒരു കൊച്ചായി ദേൻ്റെ ശ്യാം ചേട്ടൻ. അങ്ങനെ ബ്രൈഡ് ടു ബി ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിരിക്കുകയാണ്. സിംഗിൾ ഫോട്ടോഷൂട്ട് സുധി അവിടെ ഡയറക്ഷൻ ഷൂട്ട് എങ്ങനെയൊക്കെ പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ മോഡൽ സുധി ആളേക്ക് പറഞ്ഞു കൊടുക്കുന്നു. വട്ടക്കാലുമായിട്ട് വന്ന് നിന്നാൽ മാറി. ഇനി ഒരു ബ്രൈഡൽ ഷവർ ഇല്ലാത്ത ഒരാൾ ഇല്ല. ഇവക്കുമില്ല. ഗൈസ് കോടിച്ചൊരിഞ്ഞ മഴയായിപ്പോയി ഗൈസ്. നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളി കിടക്കാച്ചി മഴയായിപ്പോയി. എല്ലാ ബ്രൈഡും എല്ലാം കണ്ടം വഴി ഓടി അകത്ത് കയറി. എടാ ഇത് രണ്ട് ഉപയോഗം. പേരൊക്കെ വൈകുന്നേരത്തെ കട്ടിങ്സിനാണ് പേരൊക്കെ ഓറഞ്ചും ഒക്കെ വാങ്ങിച്ചത്. പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും പോയിരിക്കുകയാണ് ഗൈസ്. ഇനിയിപ്പം ഡാൻസ് പഠിക്കണമെന്നൊരു ആഗ്രഹത്തോടെ നമ്മൾ പാട്ടുകളൊക്കെ സെറ്റ് ചെയ്യണം. എനിക്കറിയത്തില്ല, ഒരുപാട് പേർക്ക് പ്രശ്നം വന്നു. റിയ കളിക്കാമെന്ന് പറഞ്ഞവൾ കാലൊളുക്കി. പിന്നെ കാർത്തിക് അങ്ങനെ എല്ലാ പാട്ടും സെറ്റായിട്ട് ഇനി ഡാൻസ് കഴിഞ്ഞിട്ട് ഇനി ഓർമ്മതൻ പീലികൾ തന്നിടാം കാതിലായി മെല്ലയാ തേൻമൊഴിയൊന്നിനി ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ. നമ്മുടെ ബ്രൈഡൽ ഷവറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഡാൻസ് പ്രാക്ടീസും കഴിഞ്ഞ് ഇനിയിപ്പം അടുത്ത പുടവെടുപ്പിന് കാണാം. സോറി, ഹൽദിക്ക് കാണാം എല്ലാവർക്കും. അങ്ങനെ ഗൈസ് നമ്മൾ ഹൽദി ആഘോഷിക്കാൻ എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും മഞ്ഞയിട്ട് എത്തിയിരിക്കുന്നു ഗൈസ്. ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണ് കല്യാണ വീട്ടിൽ നിന്ന് പണിയെടുക്കുന്നത്. എന്ത് പറയാനാണെന്നത്? ഡെഡിക്കേഷൻ അറ്റ് പീക്ക്. ഇത് അതല്ല പറയേണ്ടത്. എൻ്റെ വായിൽ നല്ല വർത്താനം വരുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഞങ്ങളുടെ മാനേജ്മെന്റ് സാലറി കൂട്ടണേ. ഇത് മഞ്ഞയല്ലല്ലോ. എന്നാലും ഈ കറക്റ്റ് മഞ്ഞ ഇവിടുന്ന് കിട്ടി. മഞ്ഞയുണ്ട്. വെട്ടിക്കോട്ട് പോയപ്പോ കിട്ടിയ മഞ്ഞയാ. മാറി കൊടുക്കണം. पूरा लंदन ठुमकदा ओ जदों नचे पैन दी पूरा लंदन ठुमकदा ബാളിയ കള്ളം കൊണ്ടിട്ടോ. ओ लाके वारिजिन फैल करते कबूतर वारगी ओ मेमा फिरदी गुलाबी छेड़दा रंग. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഹൽദി ഫംഗ്ഷൻ ആണ് ഗൈസ്. കണ്ണാടി വെക്കണോ? എന്റെ കണ്ണാടി ചെറുക്കാൻ വെച്ചേക്കുന്നത്. നീ കണ്ടിട്ടില്ല? അപ്പൊ लंदन ठुमकदा
അളിയാ പോവരുത്. ഏതാ എന്താ വേണ്ടേ? പുറകിലത്തെ ബാക്ക്ഗ്രൗണ്ട് ആർച്ചില്ലേ അത് കെട്ടിയിട്ടുണ്ടാവില്ല. അതിങ്ങനെ വെച്ചിട്ട് 2 കുറ്റിയിലാ നിർത്തുന്നത്. അത് മൊത്തത്തോടെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ ഫ്രണ്ട്സിൽ നിന്നും 12 മണിക്കാരായിട്ടുണ്ട്. പ്രൊഫഷണലായിട്ട് ചെറുക്കനെ ഇരുത്തിട്ട് ചെറുക്കന് അങ്ങനെ സംഗീത അല്ല ഹൽദി പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോവാണ്. നമ്മൾ ചെറിയ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് എല്ലാവരും ക്ഷീണിച്ച് ഇനിയിപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി റെഡി ആയിട്ടിനി സംഗീതത്തിന് കാണാം. ഓണക്കമുന്തിരി പറക്ക പറക്ക മടുക്കുവോളം തിന്നുക്കെ തിന്നുക്കെ തേങ്ങ കൊത്തൊന്ന് കൊറിക്ക കൊറിക്ക വെത്തലും പാക്കും ചവയ്ക്ക ചവയ്ക്ക പന്തലും മുഴുവൻ തിരക്ക തിരക്ക പെണ്ണ് ജക്കനും വേർക്ക വേർക്ക പെണ്ണിന്റെ മൊഞ്ച് കണ്ടോക്കിയ കണ്ടോക്കിയ നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക പെണ്ണ് ചെക്കനെ കെട്ടി കഴിഞ്ഞ് നടന്നു വരുമ്പോ ചിരിക്ക ചിരിക്ക ഓണക്കമുന്തിരി 1 2 3 ഓക്കെ. പട്ടി ഷോ കാണിച്ചു വരുന്നു ചെറുക്കൻ്റെ കൂടെ. പട്ടി ഷോ കാണിച്ചു തെക്കോട്ട് നോക്കി പട്ടി ഷോ കാണിച്ചു വരുന്നു. സൂതി അമ്മായിയമ്മ പറപ്പിക്കാൻ നിൽക്കുന്നു. 1 മണിക്ക് തന്നെ സാധനം കൊടുക്കുന്നു. ഓടിച്ചില്ല എന്ത് സാധനം ഒന്നും പുറവാ. പുടവെടുപ്പാണ് കൈസ് ഇവിടെ. അപ്പം അങ്ങനെ പുടവെടുപ്പ് വേണ്ടി ചെറുക്കനും മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേന്നതി വിടരാനുള്ളിൽ. എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഗൈസ്? കല്യാണ പെണ്ണ് ദേ നിൽക്കുന്നു, 2 എണ്ണം അവിടെ. 6 ഫോട്ടോ ആരൊക്കെ എടുക്കുന്നൊന്നും ഒരു പിടുത്തമില്ല ഗൈസ്. ഹായ് ഗൈസ്, കല്യാണം കൂടി ആഹാരമൊക്കെ കഴിച്ചിട്ട് പുടവ കൊടുത്തിട്ട് പോവാന്നും പറഞ്ഞ് വന്നതാണ് ഗൈസ്. എന്നെ ഇവരിവിടെ എഴുതാൻ ഇരുത്തിച്ചു ഗൈസ്. നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഇരുത്താണ് ഗൈസ്. എന്തോ ചെയ്യാനാണെന്ന് പറയുക. ഇവിടെ കാറ്ററിംഗുകാരൊക്കെ വന്ന് പരിപാടിയൊക്കെയാണ്. പെണ്ണിൻ്റെ പെങ്ങൾ അവിടെ പട്ടി ഷോ കാണിച്ച് നടക്കുന്നു. ചുമ്മാ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. എന്തോ ചെയ്യുമെന്ന് കാണിക്കാൻ വേണ്ടി. ഇനിയിപ്പം എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരെല്ലാവരും പോയി. വീട്ടിൽ പോയിട്ട് അവരെല്ലാം ഇനി ഡ്രസ്സൊക്കെ മാറി എനിക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് തിരിച്ചു വരും. പിന്നെ വൈകുന്നേരം കാർത്തി കുറേ ആഹാരം ഉണ്ടാവും. എല്ലാം കഴിച്ചിട്ട് വേണം പോകാൻ. അവിടെ കഴിഞ്ഞിട്ട് വേണ്ട ഗൈസ്, ഡാൻസ് കളിക്കാമെന്നും പറഞ്ഞ് നമ്മളെ കൊണ്ടെല്ലാം ഡാൻസ് ആക്കിയിട്ട് നമ്മുടെ സംഗീത പരിപാടിക്കെല്ലാം കാണേണ്ട ഒരാളായിരുന്നു. പക്ഷേ ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ കല്യാണ തലേന്ന് വരെ എത്തിയിരിക്കുകയാണ്. നമ്മൾ എവിടുന്ന് തുടങ്ങി? നമ്മൾ ബ്രൈഡൽ ഷവർ ഇതല്ല, എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ വ്ലോഗ് നമ്മുടെ കല്യാണ തലേന്ന് വരെ എത്തിയിരിക്കുകയാണ് ഗൈസ്.
ഡാൻസിന് വരാന്ന് പറഞ്ഞ റിയ എത്തിയിട്ടുണ്ട് സ്ഥലത്ത്. നാളെ ഡാൻസ് കളിക്കത്തില്ലെന്നും പറഞ്ഞ പെങ്ങളുടെ തീപ്പുണ്ട്. കളിക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ മാത്രം. അപ്പൊ ഇനി കല്യാണത്തിനാണ്. അങ്ങനെ കല്യാണ ദിവസം വന്നിരിക്കുകയാണ് ഗൈസ്. നമ്മളെല്ലാവരും കല്യാണത്തിലേക്ക് പോയി റെഡിയായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 8:30 ഇറങ്ങായിരുന്നു. നമ്മളിപ്പോൾ 9 മണിയായിരിക്കുന്നു. ഇവർ രണ്ടുപേരും കാരണമാണ് അത്രയും താമസിച്ചതെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അമ്മ പിന്നെ ഇവിടെ പണിയുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി അമ്മ ഏതാണ്ട് അമ്മയ്ക്ക് അവർ കൺസൾട്ടേഷൻ കൊടുത്തു. ഇത് ഞാൻ എണ്ണിച്ച് 7:30 കൊട്ടിയിരിക്കുന്നത് റെഡിയായിട്ടിരിക്കും. ഇപ്പം ഞാൻ 1 മിനിറ്റ് കളഞ്ഞു. നമുക്ക് പെട്ടെന്ന് പോകാം. അങ്ങനെ കല്യാണ ഡേ വന്നിരിക്കുകയാണ്. കല്യാണ പെണ്ണ് റെഡിയായി സെറ്റായി. ഇനിയിപ്പോൾ അപ്പൊ അങ്ങനെ ഇനിയിപ്പോ കല്യാണത്തിന്റെ പരിപാടി അങ്ങനെ എല്ലാവരും നമ്മൾ പോകും. അടുത്ത ഫോട്ടോഷൂട്ടുകൾ കഴിഞ്ഞ ദിവസം അത് കഴിഞ്ഞ് ഇനി അടുത്ത കല്യാണ ചെറുക്കനാണ് നിൽക്കുന്ന ഗൈസ്. ആ സാരമില്ല, ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാണ്. ഓക്കെ റെഡി 1 2 അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞു. ഒരേ ഒരു സിംഗിൾ ബാക്കി. ഇവന്റെ കാലിൽ എന്തോ കൊണ്ട് ഏതോ കൊച്ചുമുള്ള ഇനി പോയി ആത്മഹത്യ ചെയ്യുന്നതാണ് നല്ലത്. വലിയ അടുത്ത് റിയ പോയപ്പോഴത്തേക്ക് കുണിങ്ങി പോയി. ഞാൻ വന്ന് പുറകെ വന്ന് അയ്യോ എന്റെ കാലിൽ ശകുന്തള ഒരു നാണോ മാനോ ഇല്ലാതെ ഇങ്ങനെ പെണ്ണും ചെറുക്കനും കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞ് 2 എണ്ണം കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം 5 എത്രയായി 3 4 ശ്രുതിക്ക് ഓർമ്മയില്ല കേട്ടോ. സമാധാനിപ്പിക്കളിയാ പോയി അളിയനാണ് സമാധാനിപ്പിക്കേണ്ടത്. ഇങ്ങോട്ട് വരുന്നത് ഇതാണ് നമ്മുടെ മണിച്ചേട്ടൻ. ഫോട്ടോ വീഡിയോ ചേട്ടൻ എന്തേ കർമ്മി. ഈ പരിപാടിയുടെ മൊത്തം പൂജാ സാധനങ്ങൾ കർമ്മ കാര്യങ്ങൾ എല്ലാത്തിനും ഏറ്റെടുത്ത് നടത്തിയ ഏതിനും എവിടെയും വിളമ്പാൻ ഒറ്റയ്ക്ക് ഇന്ന് വിളമ്പാൻ കെൽപ്പുള്ള ഒരു മനുഷ്യൻ. നമ്മൾ ദുബായിൽ നിന്ന് ഇറക്കിയതാണ്. 20 പേർക്ക് 5 മിനിറ്റ് കൊണ്ട് ഇലയിട്ട് വിളമ്പി കൊടുക്കുന്നതായിരിക്കും. ചേട്ടാ അപ്പോൾ ഇത്രയും നേരം നമ്മളോട് നിന്ന് 4 ദിവസമായിട്ട് രാപ്പകൽ നമ്മളോട് 24 മണിക്കൂറും ഉണ്ടായിരുന്നു ഈ ടീം. എന്തിനും ഏതിനും വിളിക്കുക ഓറഞ്ച് ടീം. ആരും കാണാനില്ല കേട്ടോ. ഇത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ ടീമിലിട്ടാണ്. ഓ ഗോഡ് യെസ്. നല്ല സ്ഥലത്തോട്ടാണ് വരുന്നത്. ഒന്നും പേടിക്കാനില്ല. സൂരജിന്റെ തൊട്ടടുത്താ. ഒരൊറ്റ കൂവൽ.
ഇന്നിപ്പോ ഒന്നിച്ച് പോയില്ലടാ. ഇനി അടുത്ത അടി ഇടുമ്പോ വീഡിയോ ഇടാൻ ഇങ്ങനെ തുടങ്ങിയോട്ടെ. എല്ലാരും ഒന്ന് കണ്ണറിഞ്ഞോ? നീ എന്തിനാ കരയുന്നേ? എന്ത് കാര്യത്തിന് നീ കരയുന്നേ? ഇതൊരു ഡോക്യുമെന്റ് ആക്കി വെച്ചിട്ട് ഭാവിയിലുള്ള എല്ലാ കരച്ചിലും ഇങ്ങനെയാണ് മനസ്സിലാക്കുക. 10 മിനിറ്റ് കരയുന്നില്ല 500 രൂപ. 10 മിനിറ്റ് കരയുന്നില്ല.